പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസവും ആത്മവിശ്വാസവും ആണ് എൻ്റെ വിഷയം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് ലൈക്ക് തരിക, മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. എൻ്റെ എന്തെങ്കിലും കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ എല്ലാം കമന്റ് ചെയ്യുക. നിങ്ങളെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. അതുകൊണ്ട് ദയവായി ഈ അപേക്ഷ തള്ളിക്കളയരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഒരു സുഹൃത്തിനെ വിശ്വസിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ജീവിത പങ്കാളിയെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മക്കളെ വിശ്വസിക്കുന്നു, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ പ്രപഞ്ചത്തെ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഈ വിശ്വാസങ്ങളെല്ലാം നമ്മൾ ചില സമയങ്ങളിൽ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ തള്ളിപ്പറയാറുണ്ട്. ആ തള്ളിപ്പറച്ചിൽ നിങ്ങൾ പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക. അതാണ് നമ്മളെ ഏറ്റവും വലിയ വിശ്വാസം. ആത്മവിശ്വാസത്തെ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ള എല്ലാ വിശ്വാസവും. ദൈവത്തെ തള്ളി പറഞ്ഞാലും മറ്റുള്ളതെല്ലാം തള്ളി പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് തന്നെ പോകും. അതല്ല, മറ്റുള്ള വിശ്വാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആത്മവിശ്വാസത്തെ നമ്മളെ ഉള്ളിൽ നിന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം പരാജയത്തിലേക്ക് തന്നെ പോകും. അതൊരിക്കലും ഉണ്ടാവാതിരിക്കുക. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും അടുപ്പിൽ വെച്ച് പാചകം ചെയ്തിട്ട് നമ്മൾ ആ തീ അണച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു തീക്കനലെങ്കിലും അതിലുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ തീയായിട്ട് നമുക്ക് എങ്ങനെങ്കിലും കത്തിച്ചെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം. ചെറിയൊരു ഇത് മതി നമുക്ക് നമ്മളെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റും. അതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത്രയും പറയാനാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നേക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ.